ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചതിനു ശേഷം 1.42 ലക്ഷം പലസ്തീനികളെയാണ് ഒഴിപ്പിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 38 പേർ കൊല്ലപ്പെട്ടു. ബന്ദികളെ ഉടൻ മോചിപ്പിച്ചില്ലെങ്കിൽ ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. പൂർണ്ണ ശക്തിയോടെ പോരാട്ടം വീണ്ടും ആരംഭിച്ചു എന്ന മുന്നറിയിപ്പാണ് 18 മുതൽ ആരംഭിച്ച വ്യോമാക്രമണത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി വിശദീകരിച്ചത്. ജനുവരി 19 തുടങ്ങിയ ഒന്നാംഘട്ട വെടിനിർത്തലിന്റെ സമയപരിധി അവസാനിച്ചിരുന്നു. രണ്ടാംഘട്ട ചർച്ചകൾ അലസിപ്പിരിയുകയും ചെയ്തതോടെ ഗാസ വീണ്ടും യുദ്ധഭൂമിയായി. സമാധാന കരാർ തകർന്നതിന് കാരണക്കാർ ഹമാസ് ആണെന്ന് ഇസ്രയേൽ കുറ്റപ്പെടുത്തി. മറിച്ചാണെന്ന് ഹമാസും തിരിച്ചടിച്ചു. രണ്ടാം ഘട്ടത്തിൽ ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായില്ലെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു. തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികൾ ഇസ്രയേൽ അംഗീകരിച്ചില്ലെന്ന് ഹമാസും ആരോപിച്ചു. അതോടെ ചർച്ച പരാജയപ്പെട്ടു. പിന്നാലെയായിരുന്നു ഗാസയിലെ ഇസ്രയേൽ ആക്രമണം. അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ച ശേഷമാണ് ആക്രമണത്തിന് നെതന്യാഹു ഉത്തരവിട്ടത്. ആക്രമണത്തിന് ഉത്തരവാദി ഹമാസ് ആണെന്ന് അമേരിക്ക ആരോപിക്കുന്നു. അതേസമയം ഗാസയിൽ ഹമാസ് ഭരണകൂടത്തിനും യുദ്ധത്തിനുമെതിരെ പ്രതിഷേധിച്ച് നൂറുകണക്കിന് പലസ്തീനികളാണ് തെരുവിലിറങ്ങിയത്. 2023 ഒക്ടോബർ 7 ഇസ്രയേലിനെതിരായി യുദ്ധം തുടങ്ങിയ ശേഷം ഹമാസിനെതിരെ സ്വന്തം ശക്തി കേന്ദ്രത്തിൽ തന്നെ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണ് നടന്നത്. മുഖംമൂടി ധരിച്ച ഹമാസ് അനുകൂലികൾ പ്രതിഷേധക്കാരെ ബലമായി പിടിച്ചുമാറ്റി. ബാനറുകളും മറ്റും ബലപ്രയോഗത്തിലുള്ള പിടിച്ചെടുത്തതായും റിപ്പോർട്ടുണ്ട്. യുദ്ധത്തിനെതിരെ ഇസ്രയേലിൽ നേരത്തെ തന്നെ പ്രതിഷേധങ്ങൾ തുടങ്ങിയതാണ്. ടെല്ലവീവിലടക്കം നെതന്യാഹു ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങളുണ്ട്. ഇതിന് പിന്നാലെയാണ് ഹമാസും പ്രതിഷേധം നേരിടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.